ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ടെൻറ്റേറ്റീവ് അല്ലെങ്കിൽ കൺഫേം ആയിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയും ഇഗ്നോയുടെ കീഴിൽ നടത്തുന്ന എല്ലാ എക്സാംസിൻ്റെയും ഡേറ്റ് ഇഗ്നോ പബ്ലിഷ് ചെയ്യും. അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ അത് വരും. അതും കൃത്യസമയത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുക. പ്രിൻ്റ് എടുത്തില്ലെങ്കിലും ഡൗൺലോഡ് ചെയ്തൊരു PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. കാരണം മിക്ക സാഹചര്യങ്ങളിലും പല ആൾക്കാർക്കും ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഹാൾ ടിക്കറ്റ് എടുത്ത് വെക്കുക. ഹാൾ ടിക്കറ്റ് കൃത്യമായിട്ട് എക്സാം നടക്കുന്ന ഡേറ്റ്, അതുപോലെ തന്നെ എക്സാമിൻ്റെ കോഡ്, അതുപോലെ തന്നെ മോർണിംഗ് സെഷനാണോ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനാണോ അത് കൃത്യമായിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റുകളും നമ്മുടെ ഹാൾ ടിക്കറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്തേണ്ടത്. അതിനുശേഷം എക്സാം എഴുതാൻ വേണ്ടി സെൻറ്ററിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുത്ത സെൻറ്റർ തന്നെ ആയിരിക്കണം. ഇപ്പം ആരെങ്കിലും സെൻറ്റർ മാറാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് കൺഫേം ചെയ്ത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം ചെല്ലുക. അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹാൾ ടിക്കറ്റ് നിർബന്ധമാണ്. ഹാൾ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും എക്സാം എഴുതാൻ പറ്റില്ല. നമുക്ക് എക്സാം എഴുതുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇഗ്നോ നമ്മുടെ അഡ്മിഷനൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ID കാർഡ് തരും. ID കാർഡ് നമ്മുടെ സൈറ്റിലുണ്ടാവും, നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലുണ്ടാവും. അത് കയറി ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കണം. നമ്മൾ എന്താവശ്യത്തിന് ഇഗ്നോയുടെ കീഴിൽ സ്റ്റുഡൻ്റ് ആയിരിക്കും എന്താവശ്യത്തിന് പോകുമ്പോഴും ഈ ID കാർഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ID കാർഡ് അല്ലാതെ മറ്റൊരു പ്രൂഫ് വെച്ചും, അതായത് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതുപോലത്തെ മറ്റൊരു പ്രൂഫ് വെച്ചിട്ടും നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ID കാർഡ് നിർബന്ധമായിട്ടും വേണം, ഹാൾ ടിക്കറ്റും വേണം. അതുപോലെ തന്നെ ഇഗ്നോയിൽ എക്സാം എഴുതാൻ വേണ്ടി ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്കാണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമുക്കവിടെ എക്സാമിൽ എഴുതാൻ പോകുമ്പോൾ ഇരിക്കുന്ന സമയത്ത് വായിച്ചു നോക്കുന്നതാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹെഡ്ലൈൻസ് എഴുതാൻ വേണ്ടി റെഡ് ഇങ്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഹാൾ ടിക്കറ്റും ID കാർഡും നിർബന്ധമാണ്. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.